നമ്മൾ നിഗൂഢമായൊരു മ്യൂസിയത്തിലേക്കാണ് കയറുന്നത്. ആഭിചാരക്രിയകളുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം. അത് എൻ്റെ ഏരിയ അങ്ങനെ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മയോങ് വില്ലേജിൽ തന്നെ എത്തി. ഞാൻ ഇപ്പോൾ കയറുക എൻട്രി അതിൻ്റെ അകത്തുള്ള കണ്ടോ, കയറുമ്പോഴൊരു പേടിപ്പെടുത്തുന്ന കാളക്കൊമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ അപ്പോൾ നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി. ഇവിടെയുള്ള എന്താണെന്ന് വെച്ചാൽ മയോങ് വില്ലേജിൻ്റെ കുറച്ച് ചരിത്രങ്ങളും അവ സൂചിപ്പിക്കുന്നതിനുള്ള ചില ഡ്രോമാസ് അല്ലെങ്കിൽ 3D മോഡൽസ് ആണ്. അപ്പം അതിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു ബാമ്പുവിൽ നിന്നും ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ, ഒരു വില്ലേജ് സ്ത്രീയുടെ ഒരു ഡ്രോമയാണ്, അല്ലെങ്കിൽ ഒരു 3D മോഡലാണ്. ബാമ്പു ഉപയോഗിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഡ്രോമയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കിണറിൽ നിന്നും വെള്ളമൊക്കെ എന്തെടുക്കുന്ന ഒരു പുരാതനമായ ഒരു രീതി ഫോളോ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വില്ലേജസിൻ്റെ ഒരു പഴയ ജീവിത രീതി, അതായത് കാള പൂട്ടുക, കണ്ടം പൂട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയുടെ ഒരു 3D മോഡൽ ആണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആഭിചാര കർമ്മത്തിൻ്റെ ഒരു ഡ്രോമയാണ്, അല്ലെങ്കിൽ ഒരു 3D മോഡൽ. അതായത് സീൻ ഓഫ് ക്യൂറിങ് ജോണ്ടിസ് ബൈ അപ്ലൈങ് മന്ത്രമൊക്കെ ചൊല്ലി എന്തോ ഒരു കുട്ടിയുടെ ഒരു മഞ്ഞപ്പിത്തം കളയുന്ന എന്തോ ഒരു പഴയ ഒരു രീതിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ മയോങ് വില്ലേജ് ഇതുപോലത്തെ കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിപ്ലിക്ക അല്ലെങ്കിൽ ഒരു 3D മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, സീൻ ഓഫ് ക്യൂറിങ് ജോണ്ടിസ് ബൈ അപ്ലൈങ് മന്ത്ര, അതായത് മഞ്ഞപ്പിത്തം മന്ത്രം ഉപയോഗിച്ച് എന്തോ മരുന്ന് ഉപയോഗിച്ച് മാറ്റുന്ന എന്തോ രീതി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെയും ഇപ്പോഴും ആഭിചാരക്രിയകൾ ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തെ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്, നമ്മൾ ചോദിച്ചിരുന്നു. അപ്പം അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ കളിക്കാൻ പറ്റത്തില്ല, അവർ വല്ലതും പറയും എന്തെങ്കിലുമൊക്കെ. അങ്ങനെയല്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണല്ലോ. ഇതിവിടുത്തെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഓരോ ടൈപ്പ് ഓഫ് ക്യാനൺ ബോൾസും കാര്യങ്ങളൊക്കെ. ബാംബു സാൻഡൽ, ഇതാണ് ബാംബു സാൻഡൽ. ഇതൊരു ഇതുണ്ടോ, പെൽവിസ് ബോൺ ഓഫ് ആൻ എലിഫൻറ്റ്, ഒരു ആനയുടെ പെൽവിസ് ബോൺ. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഭിചാരക്രിയകൾ മാത്രമല്ല, ഈ മറ്റേ ഓരോ ടൈപ്പ് മന്ത്രം കൊണ്ട് ഇങ്ങനെ മരുന്നൊക്കെ പറഞ്ഞിട്ട് ഈ വേദന മാറ്റുന്ന പറയില്ല, അതിൻ്റെയൊക്കെ ഓരോരോ പടങ്ങളാണ് റിയലായിട്ട് മാറ്റുന്നതിൻ്റെ. കണ്ണിൻ്റെ പ്രശ്നം, ബാക്ക് പെയിന്, പിന്നെന്താ, അതായത് നമ്മൾ ഈ കണ്ടിട്ടില്ലേ സിനിമയ്ക്കകത്തൊക്കെ അവർ ഒരു എന്താ അസുഖം വരുന്നു, ചെല്ലുന്നു, അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് അസുഖം മാറ്റുന്നു. സെയിം സാധനം തന്നെ, അത് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും നടക്കുന്നതുമാണ്. അതിൻ്റെ റിയൽ ഫോട്ടോസാണ് ഈ കാണുന്നത്. പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി ഓരോന്ന്. ഇവിടെ കണ്ടോ, ഇതൊന്ന് ഹാർട്ട് ഓഫ് എ കൗ, ഒരു പശുവിൻ്റെ ഹൃദയം. പിന്നെ ഇത് മുള്ളമ്പന്നിയുടെ മുള്ള്. പിന്നെ ഒരു സാധനമുണ്ട്, ഹെഡ് ഓഫ് എൻ ഓറിയൻ്റൽ റാറ്റിൽ സ്നേക്ക്, പാമ്പിൻ്റെ തലയോട്ടി. പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് ഹാർട്ട് ഓഫ് എൻ ഔൾ, മൂങ്ങയുടെ ഹൃദയം, കോബ്രയുടെ ബാക്ക് ബോണ്, പുലിയുടെ പുലിപ്പല്ല്, ഇരിക്കുന്ന പുലിപ്പല്ല്, കൗറി ഫോർ ചാമിങ് സ്നേക്സ്, എന്തൊരു സാധനം അതുണ്ട്. സ്കെയിൽ ഓഫ് എ ബ്ലാക്ക് ബട്ടർഫ്ലൈ, ഫ്ലഷ് ഓഫ് എ ഫ്ലൈയിങ് ഫോക്സ് എന്ന് വെച്ചാൽ എന്ത് വരുന്നു, ഫ്ലഷ് അതിൻ്റെ തൊലി ഇരിക്കുന്നത്. ഡിയർ ഹോൺ, മാനിൻ്റെ കൊമ്പ്. ഇത് ആമത്തോട് ഇരിക്കുന്നത്. വേറെ സാധനമുണ്ട്, ആഭിചാര പെട്ടി എന്ന് പറയുന്നത്. ഇത് തന്നെ സാധനം, ഇത് മറ്റേ മൂപ്പന്മാർ ഇരിക്കുന്ന കൂടെ സാധനമാണോ, ഒരു സിനിമക്കഥ കണ്ടില്ല, അതുകൂടെ സാധനം തോന്നുന്നു. ആഭിചാരം ചെയ്യാൻ ചെയ്യുന്നത്. ഇത് പെട്ടിയാ, ആഭിചാര പെട്ടി പറഞ്ഞേ. കണ്ടോ, ഇതാണ് എൻ്റെ തൊള്ളത്. ഒന്നും ആയിരിക്കും, വേറെ പലതുമായിരിക്കും. ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ത്രോട്ട് കഫ് മാറാൻ വേണ്ടിയുള്ള എന്തോ ഒരു പുള്ളിക്കാരി ചെയ്യുന്നതാണ്, എന്തോ ഒരു മന്ത്രം ജപിച്ച് അതിൻ്റെ ഫോട്ടോ. ഇത് സ്റ്റമക്ക് ക്രാംസ് മാറാൻ വേണ്ടി ഒരു കുഞ്ഞിൻ്റെ വേണ്ടി മന്ത്രം ചൊല്ലുന്നത്, അങ്ങനത്തെയൊക്കെ ഫോട്ടോസ്. അതെ, നമ്മൾ പുള്ളിയോട് സംസാരിച്ചായിരുന്നു. അപ്പം പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേന് ആൾക്കാർ വന്നപ്പോഴത്തേന് പിന്നെ അവിടെ ഫോട്ടോഗ്രാഫി നല്ലോണം അല്ലാത്തതുകൊണ്ട് പുള്ളി സമ്മതിച്ചില്ല എടുക്കേണ്ടെന്ന്. അതായത് പുള്ളി പറയുന്നത് ഇപ്പോഴും ഇവിടെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്,
ഇനി ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ അങ്ങനെ ചികിത്സയ്ക്കൊക്കെ വരാറുണ്ട് എന്നൊക്കെ തന്നെ. നമ്മുടെ അവിടെയൊക്കെ ഇപ്പോഴില്ലാത്തൊരു സാധനം. സിനിമയ്ക്കകത്ത് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ശത്രുക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ അലക്സ് ചോദിച്ചായിരുന്നു. ശത്രുക്കൾക്കെതിരെയും പണി കൊടുക്കാം എന്നുള്ള രീതിയിലും പുള്ളി പറഞ്ഞു അല്ലേ അലക്സ്? പിന്നെ ശത്രുക്കളുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മാജിക്. നമ്മൾ ഈ അസുഖം ഈ അവിടെ ഇരിക്കുന്ന ബുക്കുകളൊക്കെ ഇല്ലേടാ, പഴയ എഴുത്തോലകളും ഈ മറ്റേ സാധനമില്ലേ, എന്താ പറയാ, യജുർവേദോ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ, ആ സാധനത്തിന്റെ സ്ക്രിപ്റ്റ് അതിനകത്താണ് ഈ ഞാൻ. അപ്പം നമ്മൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കി. അപ്പം ഇതൊക്കെ ഇപ്പോഴിവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. എത്രമാത്രം വിശ്വാസം ആൾക്കാർക്കുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ആൾക്കാർ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന ആൾക്കാരൊന്നും അങ്ങനെ നമുക്കങ്ങനെ വിസിബിൾ ആയിരിക്കത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് നമ്മളിപ്പം ഒന്ന് പോയി കാണാൻ ഓർത്താൻ പറ്റുന്നൊന്നും വരത്തില്ല. കുറേ ട്രൈബൽസും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആവാം. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വരുന്നവർക്ക് മാത്രമേ, ശരിക്കും കാര്യത്തിന് വേണ്ടി വരുന്നവർക്ക് മാത്രമേ അവർക്ക് ആക്സസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒരിക്കലും അതില്ല എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തെളിവുകളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണിച്ചത്, ഒരു മ്യൂസിയത്തിലുണ്ടായിരുന്നത്. നമ്മൾ അവിടുത്തെ കഴിഞ്ഞു. ഇനിയിപ്പം ഈ വില്ലേജിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി, ചോദിച്ചൊക്കെ മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ ഇത് കാണാൻ മാത്രമൊന്നും ഇല്ല, ഇങ്ങനെ നടക്കുന്ന ഒരു വില്ലേജ് തന്നേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മളടുത്ത് ബ്രഹ്മപുത്ര റിവറിൻ്റെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ, അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അത് പിന്നെ എത്താറായി. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ ബ്രഹ്മപുത്ര റിവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം മെയിൻ റോഡിൽ നിന്നൊരു ഡൈവേർഷൻ ഉണ്ട്. ഇതുപോലത്തെ വഴിയാണ് ഈ ബ്രിക്സ് എന്തായിരുന്നു, ലോക്സ് ഇല്ലേ, ഇന്റർലോക്സിൻ്റെ അങ്ങോട്ട് വഴിയാണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഒരു വഴി കണ്ടപ്പോൾ ആ വഴി കൂടെ പോകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നി. കാര്യം വണ്ടി പോകുന്ന വഴിയല്ലായിരുന്നു ഈ ഗൂഗിൾ മാപ്പ് കാണിച്ചത്. പക്ഷേ ഇത് വേറെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും നമ്മളിന്ന് കാണും, അതിന് നമ്മൾ പോകുന്നത്. വൈറ്റല്ലേ, അതെ, ഓക്കെ. ഇന്റർലോക്സിന്റെ വഴിയാണ്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ പോയി നോക്കാം. പോകുന്ന ടെറൈൻ കണ്ടല്ലോ. നമ്മൾ ബ്രഹ്മപുത്രയുടെ ഏകദേശം അടുത്തെത്തി. അവിടെ ഞാൻ ആ വ്യൂ നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇങ്ങനെ നേരെ തിരിച്ചാൽ കൊള്ളില്ല, ഇപ്പം എത്തും. നമ്മളങ്ങനെ ബ്രഹ്മപുത്ര നദിയിലേക്ക് എത്തി. കാണുമ്പോൾ തോന്നും ഇത് വെറും ഒരു പാടമെന്ന്, പക്ഷെ അല്ല. നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ബ്രഹ്മപുത്ര നദിയിലാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങ് ദൂരെ കിടക്കുന്നില്ലേ ബ്രഹ്മപുത്ര എന്ന് വെറുതെ വിളിക്കുന്നില്ല, ഇത് മൈറ്റി ബ്രഹ്മപുത്ര അങ്ങനെ തന്നെ വേണം പറയാൻ. 3 രാജ്യങ്ങളിലൂടെ ഒഴുകി, അതായത് ടിബറ്റ് ബേസ് ചെയ്ത്, ചൈന ടിബറ്റ് ബേസ് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിലെ അരുണാചലിൽ കയറി, അവിടെ വേറെ പേരാണ്. പിന്നെ നമ്മുടെ ആസാമിൽ വന്ന്, ആസാമിൽ ബ്രഹ്മപുത്ര ആവുന്നത്, ആസാം വഴി എന്നിട്ട് ബംഗ്ലാദേശിൽ ചെല്ലും വേറെ പേരിൽ, എന്നിട്ട് പിന്നെ ചെന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ പോയിട്ട് തീരും. അതാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ നദികളൊന്നല്ല നദി, അതാണ് ബ്രഹ്മപുത്ര. പിന്നെന്തായിരുന്നു ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞുണ്ടല്ലോ, നോർമൽ ടൈമിൽ ഇതിൻ്റെ വീതി 8 തൊട്ട് 10 കിലോമീറ്റർ വരെ. അത് മൺസൂണിനാകുമ്പോൾ അത് 15 കിലോമീറ്റർ വരെ പോകും. വീതിയാണ് പറയുന്നത്. ഇത് ആക്ച്വലി മാപ്പിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പം നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ സെർച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ തന്നെയാണിത്. 8 തൊട്ട് 10 കിലോമീറ്റർ വരെയാണ് വീതി വരുന്നത് നോർമലി. ഈ കാണുന്നത് ഇതിൻ്റെ വെള്ളം കുറവുള്ള സ്ഥലമാണ്, എന്നാലും അവിടെ ഒഴുകുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. അതിനപ്പുറത്ത് കാണുന്നൊരു തിട്ടാന്ന് പറയുന്നത് ഇത് എൻഡല്ല, ഇത് വെള്ളം കുറവുള്ളത് കൊണ്ട് താന്ന് നിൽക്കുന്നതാണ്. അത് മൺസൂൺ ടൈമിൽ അതിന് മേളിൽ കയറി ഒഴുകി അതിനപ്പുറത്തൊരു ലൈൻ കണ്ടോ നിങ്ങൾ, ആ വലിയ ലൈനിൻ്റെ അപ്പുറത്ത് ചെറിയ ലൈൻ, അതതിൻ്റെ എൻഡാണ്. അത്രയും തുടങ്ങും, അതായത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്
ഇത് എല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലത്താണ് ഏറ്റവും വീതി കൂടി, അങ്ങനെയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് വരുമ്പം ഏറ്റവും കൂടുതൽ വീതി വരും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇത് ഇവിടെയാണോന്ന് അറിയില്ല, പക്ഷേ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കി അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നുണ്ടല്ലോ. ഉണ്ടോ അങ്ങറ്റത്ത് വരെ. അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ച്. അതാണ് ബ്രഹ്മപുത്ര. ടാഗർജി പറഞ്ഞോ, ബ്രഹ്മപുത്രയെ പറ്റി എന്താണ് ഇപ്പോൾ കണ്ടതിൽ മനസ്സിലാവുന്നൊരു കാര്യം തോന്നുന്നത്? ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഇത് മുഴുവൻ ബ്രഹ്മപുത്ര അങ്ങ് അറ്റത്താ കാണുന്നത് അല്ലേ? അറ്റം കണ്ടോ? ഇത് അത്ര കാണാൻ പറ്റില്ല, വഴിതിരിഞ്ഞിങ്ങനെ ഒഴുകുന്ന ഇത് ഇവിടം തൊട്ട് ആ അറ്റം വരെ ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ. നമ്മൾ നദിയിലാണ് നിൽക്കുന്നത്. നനഞ്ഞിരിക്കുന്നുണ്ട്. മൺസൂൺ ആകുമ്പോഴത്തേക്ക് കര വരെ എത്തും. ആ കര വരെ എത്തും. ചില ഏരിയ കൂടെ കയറി ഒഴുകും. അതാണ് പറഞ്ഞേക്കുന്നത്. 15 കിലോമീറ്റർ വീതിയിൽ ഒഴുകും. ആലോചിച്ച് നോക്കിയേ, 15 കിലോമീറ്റർ വീതിയിൽ ഒഴുകുക. 15 കിലോമീറ്റർ വീതിയിൽ ഒരു നദി ഒഴുകുക, വീതിയിൽ, നീളത്തിലല്ല. 15 കിലോമീറ്റർ ഒഴുകും. ഇവിടെ ആക്ച്വലി ഒരു പിക്നിക് സ്പോട്ടാണിത്. ആൾക്കാരൊക്കെ വന്ന് കുറേ റെസ്റ്റോറൻറ്റ്സും കുറച്ച് എന്തൊക്കെയോ ഷോപ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഏരിയ ഇത്. ഞാൻ വരുന്ന വഴി കാണിച്ചില്ലേ, നല്ല റൂട്ടാട്ടോ വരുന്നത്. നല്ല കിടിലൻ റൂട്ടാണ്, കല്ലൊക്കെ ഉള്ളൊരു റൂട്ട് ഞാൻ കാണിച്ചില്ലേ അതുപോലെ. അപ്പം ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ ഇതൊരു വൈകുന്നേരത്തെ വെയിലാണ്. അതായത് ഇവിടെ 5 മണിയാകുമ്പോൾ സൺസെറ്റാണ്. നമ്മുടെ അടുത്ത പോലെ 6 മണിക്കല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ 5 മണിയാകുമ്പോൾ ഇരുട്ടാവും. നമുക്ക് അതിന് ഉള്ളിൽ ഷില്ലോങ്ങിൽ ചെല്ലണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇനിയിപ്പം നമ്മൾ വന്ന 2 ഉദ്ദേശവും കഴിഞ്ഞു. ബ്രഹ്മപുത്രം ഏറ്റവും അടുത്ത് കേട്ടോ, ഈ ഏരിയയിൽ ഏറ്റവും അടുത്ത് ബ്രഹ്മപുത്രം കാണാൻ പറ്റുന്ന ഇവിടെയാണ്. വേറെ ഉള്ളിടത്തോട്ടൊന്നും വണ്ടി അങ്ങനെ പോകത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ആ വ്യൂ കണ്ടില്ലേ. നമ്മൾ നിൽക്കുന്ന നദിയിലാണ്, ശരിക്കും നദിയിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് ഈ ഇതൊക്കെ കുറേ നനഞ്ഞിരിക്കും. അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും കളർ വ്യത്യാസം കണ്ടോ, അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നനവാം. അവിടെ ചെല്ലുമ്പോഴത്തേനും ചതുപ്പ് തുടങ്ങും, ചെളി തുടങ്ങും. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ മയങ് വില്ലേജ് കഴിഞ്ഞു, ബ്രഹ്മപുത്രം കണ്ടു. ഇനിയിപ്പം നേരെ ഷില്ലോങ്ങിൽ പോകുന്ന വഴിക്കുള്ള എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഷില്ലോങ്ങിൽ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. നമ്മൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്തൊരു ഹോം സ്റ്റേ ആണേ. അവിടെ നിന്നാണ് എൻട്രി വരുന്നത്. ഞാൻ രാവിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു പൂളുണ്ട്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നല്ലൊരു നൈസ് സ്ഥലം കേട്ടോ. ബെഡ് 3 പേർക്ക് കറക്റ്റ് സ്റ്റേ അല്ലേ. ഡോണ്ട് വറി, പൊക്കോളൂ. ഓക്കെ, 2 ബെഡ്, ഇവിടെ വേറെ ബെഡ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് എൻഡ് ചെയ്യാം. നാളെ എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് നാളെ രാവിലെ തരാം. അടുത്ത വീഡിയോയിൽ കാണാം. അതായത് അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, നല്ലൊരു വാലി വ്യൂ ഉണ്ട്. രാത്രിയിൽ കാണിക്കേണ്ട രാത്രി തന്നെ കാണിക്കണമല്ലോ, അതുകൊണ്ട്. ക്യാമറ എത്ര മാത്രം കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഗ്രൗണ്ടും എൻ്റെ അപ്പുറത്ത് നല്ലൊരു ഒരു വാലി വ്യൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശരി. Low light enabled. നമ്മളിന്ന് സ്റ്റേ ചെയ്ത റിസോർട്ടാണിത്. റീസാൻഡോർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യൂട്ട് ആൻഡ് ടൈനി പ്ലേസ്. ഇപ്പം ഇതിൻ്റെ ലേ ഔട്ടാണ്. നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പൂളുണ്ട്. നമ്മൾ പൂളിൽ ഇറങ്ങിയില്ല, കാരണം തണുപ്പാണ്. കുറച്ച് ഒരു 17 ഡിഗ്രീസാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടുത്തെ തന്നെ ഫുഡ് ഉണ്ടാക്കി തന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ ന്യൂഡിൽസൊക്കെയാണ് കഴിച്ചത്. ഫുഡ് പിന്നെ ഇത് ഞങ്ങളുടെ ക്യാബിനാണ്. ഒരു ചെറിയ കിച്ചൺ, ബാഗ്, മല്ലു വ്ളോഗർ. പിന്നെ ഇത് ഒരു ഡെക്ക് ബെഡ് സെറ്റപ്പാണ്. 1 ബെഡ്, 2 ബെഡ്, 3 ബെഡ്. വേറൊരു സൂത്രം കാണിച്ചു തരാം. മേഘാലയയുടെ ഒരു വ്യൂ, ഷില്ലോങ്ങിൻ്റെ നഗര വ്യൂ കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ പരമാവധി രീതിയിൽ കാണിച്ചു തരാം. ദൂരെ കാണുന്നുണ്ടോ, മലയുടെ ഒരു ചെരുവിൽ ആണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പം
നാളെ ഡീറ്റെയിൽ ആയിട്ട് ഷില്ലോങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. അതുവരേക്കും വണക്കം. തോന്നിയിരിക്കണം.